ഹലോ 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 ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിനെ ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു, ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. പാർവതി ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ ഇപ്പൊ എന്താ പറ്റി? എന്താ പറ്റിയെന്ന് അന്ന് സാറിനടുത്ത് എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ, എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന്. ആന്നോ? ഇപ്പൊ എന്ത് സംഭവം എന്ത്? അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. എല്ലാവർക്കും നമസ്കാരം. ഒരു മകൾ പോലീസുകാരനായ ശ്രീജുവിനെ വിളിച്ച് കരഞ്ഞു സംസാരിക്കുന്ന ഈ ആഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടുകൂടിയാണ് സംഭവം വലിയ ചർച്ചയാകുന്നത്. എന്തോ കാര്യം പറയുന്നത്? തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഠിച്ചപ്പോ സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. സാറിനിപ്പോ ഓർമ്മ കാണത്തില്ല. അവക്ക് അന്ന് ഞാൻ പറഞ്ഞ രാത്രി ഞാൻ ഗുളിക കഴിച്ചിട്ട് കിടക്കും. ഹലോ. 2 കുട്ടികളുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് പാർവതി എന്ന സ്ത്രീ കൊടുത്ത പരാതിയിന്മേലാണ് കുണ്ടറ സ്വദേശിയായ സിയാദിനെ പെരുമ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ മകൾ പറഞ്ഞിരുന്നു, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ് സിയാദെന്ന്. അതുപോലും വകവയ്ക്കാതെ സിയാദിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മർദ്ദനമേറ്റ് നട്ടലിനും മറ്റും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സിയാദ് മരണപ്പെട്ടു. സിയാദിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടും പോലീസ് മർദ്ദിച്ചു എന്ന് കുടുംബം ശക്തമായി ആരോപിക്കുന്നു. ഒരു കുറ്റം ആരോപിക്കപ്പെട്ടാൽ പോലും ഒരാളെ തല്ലിക്കൊല്ലാനുള്ള അധികാരം ഇവിടെ ആർക്കുമില്ല. ഒരു കുടുംബത്തിന്റെ തണലാണ് ഇവിടെ ഇല്ലാതായിരിക്കുന്നത്. ഇതിന് ഉത്തരവാദികൾ ആയവർക്കെതിരെ നല്ല രീതിയിലുള്ള നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ കുടുംബത്തിന് നീതി കിട്ടണം. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യണം. ഹലോ 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 ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിനെ ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു, ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. പാർവതി ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്ന് അന്ന് സാറിനടുത്ത് എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ, എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന്. ആന്നോ? അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. എന്തോ കാര്യം പറയുന്നത്? തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഠിച്ചപ്പോ സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. സാറിനിപ്പോ ഓർമ്മ കാണത്തില്ല. അവക്ക് അന്ന് ഞാൻ പറഞ്ഞ രാത്രി ഞാൻ ഗുളിക കഴിച്ചിട്ട് കിടക്കും. ഹലോ.